കടലമാവിൽ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്ത് ബൂന്തി പോലെ ഫ്രൈ ചെയ്തിട്ടാണ് ബൂന്തി ലഡു ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബൂന്തി ലഡു എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ബൂന്തി ലഡു ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ബൂന്തീസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്യാം. ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് 1 കപ്പ് കടലമാവാണ്. കടലമാവ് അരിപ്പയിൽ തള്ളി എടുത്ത് വെച്ചേക്കുന്നതാണ്. കട്ടയുണ്ടാവും. ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാനൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ മഞ്ഞൾപ്പൊടി ചേർക്കാം. നിർബന്ധമില്ല, കളർ ചേർക്കുന്നതിന് പകരം നമ്മൾ മഞ്ഞൾ ചേർത്തുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഒരു 1/16, അതായത് ഒരു 2 നുള്ള് കാണും ബേക്കിംഗ് സോഡ. ബൂന്തി നല്ല വീർത്ത് വരാനായിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. അത് ചേർക്കാം. എപ്പോഴും ഫ്ലേവറിന് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം, വളരെ കുറച്ച്, വളരെ 2 പിഞ്ച് ഉണ്ടാവും ഉപ്പ് കൂടെ ചേർത്ത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഉണ്ടാക്കുമ്പോൾ കഴിയുന്നത് കളേഴ്സ് ഉപയോഗിക്കാതിരിക്കുക, ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഉപയോഗിക്കാതിരിക്കുക. അതുകൊണ്ടാണ് മഞ്ഞൾ ഉപയോഗിക്കുന്നത്. മഞ്ഞളാകുമ്പോൾ നമുക്ക് ദോഷമില്ല. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബൂന്തി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് തിക്കാവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. അപ്പോൾ ബൂന്തി ശരിയാവാണ്ട് വരും. പിന്നെ 1/2 കപ്പ് ഫുള്ള് ചേർത്തു. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. കട്ട കെട്ടാണ്ട് നന്നായിട്ട് ഇളക്കുക. ഇതേപോലെ വയവിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്, നന്നായിട്ട് കട്ടയില്ലാണ്ട് കിട്ടും. നമ്മൾ ചെയ്യുന്നത് വളരെ ചെറിയൊരളവാണ്, ഒരു 14-15 ലഡുവേ കിട്ടത്തുള്ളൂ ഈ അളവിൽ. അതിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. അടുത്തായിട്ട് നമുക്ക് ബൂന്തി ഉണ്ടാക്കണം. അതിനായിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാം. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലോ കനോല ഓയിലോ അങ്ങനെയുള്ള ഏത് ഓയിൽ ഉപയോഗിക്കാം. ബൂന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതേപോലത്തെ തവി എല്ലാവരുടെയും വീടുകളിലുണ്ടാവുമല്ലോ. ഇതിനകത്തൂടെ നമുക്ക് ബാറ്റർ ഒഴിച്ചിട്ട് വേണമെങ്കിലും ബൂന്തി ഉണ്ടാക്കാം. അല്ല എങ്കിൽ ഇതുപോലെ ബൂന്തിക്കായിട്ട് ഉണ്ടാക്കാനായിട്ടുള്ള സ്പൂണുകൾ അവൈലബിൾ ആണ്. ഇതിനകത്ത് കൂടെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പം നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിക്കാം. ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് വേണ്ടേ. എപ്പോഴും ഓർക്കുക, ഞാനിപ്പം 1/2 കപ്പും 1/4 കപ്പും കൂടെ വെള്ളം എടുത്തെങ്കിലും എപ്പോഴും ഗ്രാജുവലി ഒഴിച്ചെടുക്കുക. നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും മാവിൻ്റെ അളവിൽ ശകലമൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഞാൻ 1 കപ്പ് മാവ് എടുത്തിട്ടാണ് അരിച്ചെടുത്തത്. അപ്പോൾ അത് നോക്കുക. എപ്പോഴും ഈ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും ഗ്രാജുവലി ആഡ് ചെയ്യുക. ഒന്ന് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ ഇടുമ്പോഴേ മാവ് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ചൂടായിട്ടുണ്ട്, ആവശ്യത്തിന് ചൂടുണ്ടാവും. ഒത്തിരി ക്രിസ്പി ആകുന്നതിന് മുമ്പ് നമ്മൾ എടുക്കണം. ഈ ഒരു സ്റ്റേജിലെടുക്കാം. ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് ബൂന്തീസ് കിട്ടും. ഓരോ പ്രാവശ്യം ഇത് എടുക്കുമ്പോൾ ഒന്ന് റിൻസ് ചെയ്തിട്ട് എടുക്കുക. നമ്മുടെ ഈ ഹോൾസ് അടയും മാവ് വന്നിട്ട്. അപ്പോൾ എപ്പോഴും ഒന്ന് വെള്ളത്തിനകത്ത് ഡിപ്പ് ചെയ്ത് തുടച്ചിട്ട് വേണം ഓരോ പ്രാവശ്യം ഇടാനായിട്ട്. ഇതേപോലെ ബാക്കിയുള്ള ബൂന്തീസും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബൂന്തീസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇപ്പോൾ ഇത് 1 കപ്പ് കടലമാവ് വെച്ചിട്ട് ഉണ്ടാക്കിയാണല്ലോ, ഈ ഒരു പരുവത്തിൽ കിട്ടി. അപ്പോൾ ഒത്തിരി അയവിലാണെങ്കിൽ നമുക്ക് ഇത് ഈ ഷേപ്പിൽ കിട്ടത്തില്ല, നീണ്ടു പോവും. അപ്പം ഇച്ചിരി കടലമാവോടെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തിക്നെസ് ആക്കുക. ഈ രീതി വേണം കിട്ടാനായിട്ട്. അടുത്തായിട്ട് നമുക്ക് ലഡു ഉണ്ടാക്കാനായിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1 കപ്പ് ഷുഗറാണ്. 1 കപ്പ് കടലമാവിന് 1 കപ്പ് തന്നെയാണ് ഷുഗർ എടുക്കുന്നത്. ഇച്ചിരി മധുരം ഉണ്ടാവും, ലഡു ആയതുകൊണ്ട് ഇച്ചിരി നല്ല സ്വീറ്റായിട്ട് തന്നെ എടുക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഇത് ചേർത്ത് മാറ്റി വെക്കാം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കത്തുള്ളൂ.
എപ്പോഴും ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരത്തെ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം വെള്ളം അങ്ങ് നന്നായിട്ട് അബ്സോർബ്ഡ് ആയിട്ട് പെട്ടെന്ന് ഡിസോൾവ് ആവും. അടുത്തായിട്ട് നമുക്ക് നട്ട്സും കുറച്ച് റേസിൻസും ഫ്രൈ ചെയ്തിടണം. ഇത് ഓപ്ഷണലാണ്. ലഡുവിനകത്ത് നട്ട്സും റേസിൻസും ഇഷ്ടമുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് നെയ്യ് ചൂടാക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ. കുറച്ച് നട്ട്സ്, ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ നട്ട്സ് ഫ്രൈ ചെയ്യാണ്. ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് റേസിൻസ് ആഡ് ചെയ്യാം. മിക്സർ മാറ്റാം. ഈ നെയ്യ് നമ്മൾ ലാസ്റ്റ് ആ ബൂന്തിക്കകത്തേക്ക് ആഡ് ചെയ്യും. ലഡു ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യും. മാറ്റി വെക്കാം. ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഇപ്പം ലഡു ഒത്തിരി നല്ല ഫേമായിട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ 100 പരുവം കഴിഞ്ഞ് നല്ല തിക്കായി കഴിയുമ്പോഴാണ് ഈ ബൂന്തീസ് എടുത്തുള്ളൂ. അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ലഡു ആയിട്ടാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഒത്തിരി തിക്കാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 100 പരുവം ആകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ബൂന്തിനകത്തേക്ക് ഇടും. ഇത് നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഈ പഞ്ചസാര മൊത്തം അലിയണം. 1-2 മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു ചിക്കിനെസ് കാണുമ്പോൾ നിർത്താം. ഇപ്പോൾ 100 പരുവം ആയിട്ടില്ല. ഈ സമയത്ത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത ശേഷം ബൂന്തിനകത്തേക്ക് ആഡ് ചെയ്യുക. ആ ചൂടോടെ തന്നെ ആഡ് ചെയ്യുക. ഇതിനകത്തേക്ക് ഫ്ലേവറിന് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. ഏലക്കാപ്പൊടി ചേർക്കാം, ഗ്രാമ്പു പൊടിച്ചത് ചേർക്കാം. ഇതിൻ്റെ ചൂട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ലഡു ആക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ ഇത് അടച്ചു വെക്കുക. ആ സിറപ്പിനകത്തേക്ക് നന്നായിട്ട് അബ്സോർബ്ഡ് ആവണം. നമ്മൾ കുറച്ച് നേരം അടച്ചു വെച്ചേക്കായിരുന്നു. ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഷുഗർ സിറപ്പ് എല്ലാം അബ്സോർബ്ഡ് ആയിട്ടുണ്ട്. ചെറിയ ഇപ്പോഴും ചൂടുണ്ട്. മാനേജബിൾ ചൂടാണെങ്കിൽ നമുക്ക് ആ ചൂട് വെച്ചിട്ട് ഷേപ്പ് ചെയ്യാം. പിന്നെ അതിനകത്തേക്ക് നട്ട്സും റേസിൻസും ഒക്കെ ചേർക്കാം. കുറച്ച് വേണം ഗാർണിഷിന് വേണ്ടിയിട്ട് പ്രിസർവ് ചെയ്യാം. ഈ നെയ്യ് നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുത്ത നെയ്യിന്ന് കുറച്ച് ഞാൻ ചേർക്കുക. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇനി ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചില ബൂന്തികളൊക്കെ ഒത്തിരി വലുതായിട്ടൊക്കെ വരുവാണെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ച ശേഷം ഇതിനകത്തേക്ക് ഇടാവുന്നതാണ്. നമ്മൾ ഈ ഒരു വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കയ്യിൽ ഇച്ചിരി നെയ്യ് തൂത്തിട്ടാണെങ്കിൽ ആദ്യം ചിക്കാത്തിൽ കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് കയ്യിൽ ഇച്ചിരി നെയ്യ് തൂത്തിട്ട് ചെയ്യാം. അപ്പം ഭയങ്കര സോഫ്റ്റാണ്. അത് ചൂട് മൊത്തം പോയി കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ടത് മുറുകിക്കും. ഇതിനകത്തേക്ക് കൽക്കണ്ടം വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ മെലൺ സീഡ്സ് വേണമെങ്കിൽ ചേർക്കാം. അപ്പം നട്ട്സൊക്കെ ഒരു ഹാഫായിട്ട് വേണമെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഫുൾ ചോപ്പ് ചെയ്തുകൊണ്ടാണ് ചെറിയൊരു പീസ് വെച്ച്, അല്ലെങ്കിൽ ഒരു ഹാഫായിട്ട് വേണം വെച്ച് കൊടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള മിക്സ്ചർ നമുക്ക് ഷേപ്പ് ചെയ്ത് ലഡു ആക്കി എടുക്കാം. നമ്മൾ ബൂന്തി ലഡൂസ് എല്ലാം ഉണ്ടാക്കി, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ബൂന്തീസ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ടെക്സ്ചർ കണ്ടോ, നല്ല സോഫ്റ്റ് ടെക്സ്ചറിലാണ്. ഇതേ രീതിയിൽ കിട്ടും. അപ്പോൾ ഷുഗറൊക്കെ നല്ലതായിട്ട് അബ്സോർബ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് മുറുകും, എന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബൂന്തി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അയവാണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പാവ് ശ്രദ്ധിക്കുക. നല്ല സോഫ്റ്റായിട്ട് വേണമെങ്കിൽ 100 പരുവം ആവുന്നതിന് തൊട്ട് മുമ്പായിട്ട് എടുക്കുക. നല്ല ഫേമായിട്ട് വേണമെങ്കിൽ 100 പരുവം കയ്യിൽ കുറച്ച് നേരം കുക്ക് ചെയ്തിട്ട് വേണം ബൂന്തീസ് ഇടാനായിട്ട്. ഈ രീതിയിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.